റിലേഷൻഷിപ്പുകളുടെ ഏറ്റവും വലിയൊരു ഫോൾട്ടാണ് മൂന്നാമതൊരാൾ എൻട്രി. ഈ മൂന്നാമതൊരാൾ എന്ന് പറയാനുള്ള ഒരു കാര്യം, ഈ റിലേഷൻഷിപ്പിൽ ഇല്ലാത്ത ഒരാൾ. ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയത്തിന് നമ്മൾ ഒന്ന് ലേറ്റായാൽ നമ്മൾ മൂന്നാമതൊരാളാണ്, പുറത്തുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അപ്പം നമ്മൾ അറിയാതെ ഈ രണ്ടാമത്തെ ആളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് നമ്മുടെ അപ്പോഴത്തെ സാഹചര്യത്തിനോ സന്ദർഭത്തിനോ അനുസരിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആ മൂന്നാമത്തെ ആൾ ഒരു ഗുഡ് പേഴ്സൺ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഈ ഒന്നും രണ്ടും റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ രഹസ്യം, സീക്രട്ട് മൊത്തം പുറത്തു പോകും. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് മൂന്നാമതൊരാൾ എന്ന് പറയുന്ന വ്യക്തിനെ നമ്മൾ എൻട്രി ചെയ്യിക്കാതിരിക്കുകയാണ് വേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു സങ്കടം പറയണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ രണ്ടാമതൊരാളോട് സൂചിപ്പിക്കുകയാണ് ബെറ്റർ. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം തിരുത്താൻ ശ്രമിക്കും. അല്ലാതെ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെല്ലാ ആളും അറിയും ചെയ്യും, ഇവർ തമ്മിലുള്ള ഈ വിഷയം ഈ രണ്ടാമത്തെ ഒരാൾ അറിയാനും പോകുന്നില്ല. അതൊരു ഗുഡ് പേഴ്സൺ ആണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ശരിക്ക് എപ്പോഴും അങ്ങനെ മൂന്നാമതൊരാൾ ഒരു ഗുഡ് പേഴ്സൺ ആവണം എന്നില്ല. ബെറ്റർ ഓപ്ഷന് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഒരാളോട് തന്നെ ഡയറക്റ്റ് ഡിസ്കസ് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു റിലേഷൻഷിപ്പിൽ ഈ മൂന്നാമതൊരാൾ എന്ന് പറയുന്ന ഈ ടൈറ്റിലിനെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അയാളുടെ എൻട്രി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം.